വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? അമ്മയെ കാണാത്ത വിഷമേ എനിക്കുള്ളൂ. ഇപ്പൊ അവിടെ എല്ലാവർക്കും എന്നെ ഇഷ്ടാ. ആദ്യേട്ടാ, ശ്രീകുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നില്ല മോള്. മോളിവിടെ ഉണ്ടായിരുന്നതാ. എവിടെ പോയോ എന്തോ? ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. മോളെ, അമ്മേ, അമൃതാൻറ്റി. അല്ല, മോൾ ഇവിടെ വന്ന് നിൽക്കണോ? ഇതാരാ മോളെ? ഞാൻ നിങ്ങളുടെ ഓഫീസിലെ പുതിയ സ്റ്റാഫാ. മോളെ അറിയാം, അപ്പൊ കണ്ടപ്പോ സംസാരിച്ചതാ. ആ ശരി, വാ മോളെ, പോവാറായി. ശരി, വരട്ടെ അമ്മേ. വരട്ടെ ആന്റി. ആ മോളെ. നിങ്ങളെന്താ പേര് പറഞ്ഞേ? അത് ജാസ്മിൻ. ശ്രീകുട്ടി ആദ്യം അമ്മയെന്നാ വിളിച്ച്. മാത്രമല്ല, മോളോട് ഇത്ര അടുപ്പം കാണിക്കുന്നു. മാഡം, ഞാനെന്നാ ചെല്ലട്ടെ. അതെ, ഒന്നിന്നെ. ഇത് അശ്വതിയല്ലേ? ശ്വാസം വലിച്ചു വിട്ടേ. ഇപ്പൊ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമൽ ആയിട്ടുണ്ടല്ലോ. ശരിക്കും സന്തോഷത്തിലാപ്പു അല്ലേ? ആ, ശരിക്കും സന്തോഷത്തിലാ. എന്റെ ശ്യാമേച്ചി ജയിച്ചല്ലോ. ശ്യാമേച്ചി, അപ്പോ ദൈവമേ. അപ്പോ എങ്ങനെയുണ്ടടാ നിനക്ക്? കുഴപ്പമില്ല ചേച്ചി, എനിക്ക് ഒരു പ്രശ്നവുമില്ല ചേച്ചി. ഞങ്ങൾ ആകെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ അപ്പോ. ശ്യാമ, മ്യൂസിക് ഷോ ഞാൻ തുടർച്ചയായി കാണാറുണ്ടായിരുന്നു. വിന്നർ ആയല്ലോ, കൺഗ്രാറ്റ്സ്. താങ്ക് യു ഡോക്ടർ. ശ്യാമയെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ വേണ്ടപ്പെട്ടവർ എന്റെ ക്യാബിനിലേക്കൊന്ന് വരൂ. ഡീറ്റെയിൽ ആയി സംസാരിക്കാനുണ്ട്. ഡോക്ടർ, എന്താ പൂന? അവിടേക്ക് വരൂ, സംസാരിക്കാനുണ്ട്. ഓക്കെ. ഒന്ന് ചിരിക്കു ചേച്ചി. ഫസ്റ്റ് അടിച്ച അത്ര ചെറിയ കാര്യമാണോ? അഖിലേട്ടനും ടെൻഷനിലാ നിക്കുന്നേ? ഏയ് അല്ലപ്പോ. ഇതേ എന്റെ ശ്യാമേച്ചി പാടിയേ ഉള്ളൂ. വിജയിപ്പിച്ചെടുത്തത് അഖിലേട്ടനാ, അതെനിക്കറിയാം. അതല്ല, സത്യത്തിൽ ഇന്ന് ഫൈനലിൽ ശ്യാമയെ ജയിപ്പിച്ചത് കൃത്യസമയത്തുള്ള അപ്പുന്റെ ഫോൺ കോളാ. എനിക്ക് പാടാൻ വയ്യേ, പറ്റില്ല എന്നും പറഞ്ഞ് നിന്റെ ശ്യാമേച്ചി തളർന്നിരുന്നു പോയതാ. അപ്പുക്കുട്ടന്റെ ആ വാക്കുകൾ കേട്ടാ നിന്റെ ശ്യാമചേച്ചി പാടാൻ തന്നെ ഒരുങ്ങിയത്. കണ്ടാച്ചാ, അതായി അപ്പുന്റെ കഴിവ്. എന്തായാലും അപ്പൂന് സന്തോഷമായല്ലോ. സന്തോഷം ആയോന്നോ? എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചാലും ഒന്നുമില്ല, അത്രയ്ക്ക് സന്തോഷമായി. അപ്പൊ അങ്ങനെ പറയരുത്. ഞാൻ വെറുതെ പറഞ്ഞല്ലോ ചേച്ചി. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു അത്.
ഞാൻ കണ്ടു. എൻ്റെ ചേച്ചി വിജയിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അത് മതി എനിക്ക്. ഇനി എന്റെ അപ്പു ഈ ശ്യാമേച്ചിയുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങൾക്കും ഒപ്പം ഉണ്ടാവും, തീർച്ച. അതെ, ഈ 75 ലക്ഷം രൂപയുടെ ചെക്ക് ഒറിജിനൽ ആണോ അതോ വെറുതെ ഷോയ്ക്ക് തന്നതാണോ? എൻ്റെ ഏട്ടത്തി, അത് ഒറിജിനലാ. എൻ്റെ ശ്യാമച്ചിക്ക് കിട്ടിയതാ. എന്നാ പിന്നെ ആ 75 ലക്ഷം രൂപയ്ക്ക് ഒരവകാശം ഞാനാ. അതാരും മറക്കണ്ട. ജയന്തി, ഇത് ഹോസ്പിറ്റലാ. ഇവിടെ രൂപ പങ്കുവെക്കാനുള്ള സ്ഥലമാണ്. ഹോസ്പിറ്റലായി എന്താ പറയാനുള്ളത്? ഏത് സമയത്തായാലും ഞാൻ പറയും. 75 ലക്ഷം രൂപ ആശുപത്രി ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് വാരി പറത്താൻ പോവാ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയ വീട് അങ്ങ് വെക്കണം. മതി, നിർത്ത്. ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ല. ഇനി നീ ഒരക്ഷരം സംസാരിച്ച ഇവിടെ വെച്ച് ഞാൻ നിന്നെ തല്ലും. മനസ്സിലായോ? മനുഷ്യനോട് തീ നിൽക്കുക. അപ്പോഴവിടെ 75 ലക്ഷം. അച്ഛാ വന്നേ, നമുക്ക് ഡോക്ടറെ കാണാം. ശ്യാമ വാ. അച്ഛൻ ഇപ്പോൾ വരാൻ പറഞ്ഞു. ചെല്ല്. ശരിക്കും ഞെട്ടുന്ന വാർത്തയാവും ഡോക്ടർ പറയാൻ പോകുന്നത്. ഡോക്ടർ, ഇരിക്കൂ. ഇരിക്കച്ച. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒടുവിൽ ഫൈനൽ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. അപ്പുവിന് കുറച്ച് കുഞ്ഞിലെ തന്നെ ഹാർട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതായി നിങ്ങൾക്കറിയാല്ലേ? അതെ ഡോക്ടറെ, അതിനുവേണ്ടി ചികിത്സ കൊടുത്തിരുന്നു. പിന്നെ ഇന്നവൻ തളർന്നു വീഴുന്നത് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇപ്പൊ അപ്പുവിന്റെ ഹാർട്ടിന് 4 ബ്ലോക്ക് ഉണ്ട്. അല്ലാതെ എൻഡോകാർഡിയം ഇന്നർ ലെയർ, അതായത് ഹാർട്ടിന്റെ ഉൾഭിത്തി കുറച്ച് പ്രോബ്ലം. പ്രൈമറി സെക്കൻഡറി സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഫൈനൽ സ്റ്റേജിലാ അപ്പു. ഡോക്ടർ, എങ്ങനെ എന്റെ അപ്പുവിനെ ഒന്ന് രക്ഷിക്കണം? ഇനി ഏക മാർഗം എന്ന് പറയുന്നത് സർജറിയാ. സർജറി എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓപ്പൺ ചെയ്തുള്ള സർജറി. അപ്പുവിന്റെ ഈ സിറ്റുവേഷനിൽ കീഹോൾ സർജറി കൂടുതൽ റിസ്ക്കാ. ഓപ്പറേഷൻ ഉടനെ വേണ്ടിവരും. എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്. പിന്നെ ഈ ഓപ്പറേഷന്റെ റിസ്ക് ഫാക്ടർ കൂടി പറയാം. ഓപ്പറേഷൻ നടത്തി അപ്പു രക്ഷപ്പെടാൻ 30% ചാൻസ് ഉള്ളൂ. ഡോക്ടർ, 30%? അതായത് ഓപ്പറേഷൻ നടന്നാൽ അപ്പു രക്ഷപ്പെടാൻ 30% മാത്രമേ ചാൻസ് ഉള്ളൂ. വ്യക്തമായ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. ഓപ്പറേഷൻ വേണോ വേണ്ടയോ അത് തീരുമാനിക്കേണ്ട നിങ്ങളാ. ഡോക്ടറെ, ഓപ്പറേഷൻ നടന്ന എന്റെ കുഞ്ഞ് രക്ഷപ്പെടാൻ 30% ചാൻസേ ഉള്ളൂ. അതെ അതെ അതെ. പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ കുഞ്ഞിനെ മരുന്നുകൊണ്ട് സുഖപ്പെടുത്താൻ പറ്റുമോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. രോഗത്തിന്റെ ഫൈനൽ സ്റ്റേജിലാണ് രോഗി. ഉടൻ ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ കൂടിയാൽ 2 മാസം. അതിനപ്പുറം അപ്പു ജീവിച്ചിരിക്കില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്ന സിറ്റുവേഷനാ ഇതെന്ന്. പക്ഷെ നിങ്ങൾ അതിന്റെ റിയാലിറ്റി ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കുണ്ട്.
നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടെന്ന് വെക്കാം. തീരുമാനം എടുക്കാനുള്ള അവകാശം നിങ്ങൾക്കാ. ഡോക്ടർ, ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ അപ്പു രക്ഷപ്പെടാൻ 30% ചാൻസ് എങ്കിലും ഉണ്ടെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അതെ, അത്രമാത്രം പ്രതീക്ഷിച്ചാൽ മതി. അപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല. എന്തായാലും ഓപ്പറേഷൻ നടക്കട്ടെ. രണ്ടു മാസം കൂടി എന്റെ അപ്പു ഞങ്ങളുടെ കൂടെ ഉണ്ടായ പോരാ, ജീവിതകാലം മുഴുവനും അപ്പു ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്റെ അപ്പു രക്ഷപ്പെടാൻ 30% ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ നടക്കട്ടെ. എന്റെ കൃഷ്ണനൊപ്പമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്. അച്ഛാ, കണ്ണൻ എന്റെ അപ്പുവിനെ കൈവിടില്ല അച്ഛാ, അല്ലേ? കൈവിടില്ല ഡോക്ടർ, ഞങ്ങൾക്ക് വിശ്വാസ. ഓപ്പറേഷൻ നടക്കട്ടെ. എന്റെ കണ്ണൻ അപ്പുവിനെ കൈവിടില്ല. ഞങ്ങളുടെ വീട്ടിലെ സന്തോഷം കെടുത്തില്ല. ഓപ്പറേഷൻ നടക്കട്ടെ ഡോക്ടർ. ഓക്കെ, കോൺഫിഡൻസ് നല്ലതാ. അപ്പൊ ഓക്കെ, നാളെ ഫുൾ ചെക്കപ്പ് നടത്താം. മറ്റന്നാ ഓപ്പറേഷൻ. എന്താ? ശരി ഡോക്ടർ. മറ്റന്നാ മോർണിംഗ് 10 o'clock അപ്പുവിന്റെ ഓപ്പറേഷൻ നടക്കും. അച്ഛാ, കരയില്ല. കൃഷ്ണ, അമൃതാന്റി, ശ്യാമേച്ചി പാടിത്തീർന്നപ്പോ ഞാൻ കരഞ്ഞുപോയി. അമൃതാന്റി കരഞ്ഞോ? എന്റെ കണ്ണ് നിറഞ്ഞു പോയി മോളെ. മുത്തശ്ശിയോ? മുത്തശ്ശിക്ക് വിഷമം തോന്നില്ലേ? പറ മുത്തശ്ശി. നീ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യേ. പോയേ. മുത്തശ്ശിയും എല്ലാവരും കരഞ്ഞിട്ടുണ്ടാവും. അത്രയ്ക്ക് നല്ല പാട്ടായിരുന്നു. ശരിയാ, ശ്യാമ പൊളിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പൊളിച്ചങ്ങോട്ട് അടുക്കി. മോള് പറഞ്ഞത് ശരിയാ. ശ്യാമയുടെ പാട്ട് അവള് പാടി അവസാനിപ്പിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ശ്യാമ നന്നായി പാടുമെന്ന് ഞാൻ ഇവിടെ ഉള്ളവരോട് പലതവണ പറഞ്ഞു. ആരും അത് അംഗീകരിച്ചില്ല. ഓരോ ന്യായങ്ങൾ പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതുപോലെ ശ്യാമ പ്രശസ്തയായില്ലേ? ഇനി ഈ കുടുംബത്തിലെല്ലാവരും ശ്യാമയുടെ പേരിൽ അറിയപ്പെടും. പക്ഷേ മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇനി എന്ത് പ്രശ്നം? ശ്യാമ ലോകം അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായില്ലേ? അതാണ് പ്രശ്നം. ഇനി നമ്മുടെ അഖിയാരാ? അഖിയാരെന്ന് ഐശ്വര്യക്ക് അറിയില്ലേ? ശ്യാമയുടെ ഹസ്ബൻഡ്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. ഇനി നമ്മുടെ അഖിയുടെ ഹസ്ബൻഡ് ശ്യാമയാവോന്നാ നമ്മൾ പേടിക്കേണ്ടത്. മനസ്സിലായില്ല? അച്ഛൻ പറഞ്ഞതുപോലെ ശ്യാമ ഇപ്പോ 4 ആൾ ആരാധിക്കുന്ന പാട്ടുകാരിയാ. നമ്മുടെ അഖിയോ വെറും ഒരു പച്ചക്കറി കടക്കാരൻ. അപ്പൊ നമ്മുടെ അഖിക്ക് ശ്യാമയുടെ അടിമയാവാതെ പറ്റില്ലല്ലോ. ഇപ്പൊ വിൻ ചെയ്തപ്പോ തന്നെ ശ്യാമയുടെ നിറം മാറുന്നത് ഞാനും അമ്മയും ശ്രദ്ധിച്ചതാ. അഖിക്ക് അവൾ അവിടെ ഫ്ലോറില് പുല്ല് വിലയാ കൊടുത്തത്. പല മ്യൂസിക് ഷോയും ഞാൻ കണ്ടിട്ടുണ്ട്. 1ാം സ്ഥാനം കിട്ടുന്നവര് അവരെ ആ നിലയിൽ എത്തിച്ചവരാരോ അവരെ ഒപ്പം നിർത്തിയിട്ടാണ് ട്രോഫിയും ചെക്കും ഒക്കെ വാങ്ങുന്നത്. അവിടെ ശ്യാമ ചെയ്തതോ അത് എല്ലാരും കണ്ടതാണല്ലോ. ആക്കി ഫ്ലോറിന് താഴെ വെറും ഒരു കാഴ്ചക്കാരനെ നിന്നിട്ട് കൈയടിക്കുന്നു.
അവിടെ അഖിക്കല്ല, ആ GK സാറിനാ ശ്യാമ പ്രാധാന്യം കൊടുത്തത്. അവൾക്ക് വേണ്ടി എല്ലാ ഐശ്വര്യങ്ങളും ഉപേക്ഷിച്ച് പച്ചക്കറിക്കടക്കാരനായി അധപ്പതിച്ച ആളാക്കി. ആ ഒരു നന്ദി അതും വേണ്ട, ചെറിയൊരു പരിഗണന അതവൾ അഖിക്ക് കൊടുത്തോ? പറയ്, അച്ഛൻ തന്നെ പറയ്. ശ്യാമ അവാർഡ് വാങ്ങി, അതിനെന്താ? അതൊരു വലിയ കാര്യമായിട്ട് കാണണോ? കാണണം. നിങ്ങൾക്കെല്ലാവർക്കും അത് നിസ്സാര കാര്യമായിരിക്കും, പക്ഷേ എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ശ്യാമ എന്റെ മോനെ അങ്ങനെ അവഗണിക്കാൻ പാടില്ലായിരുന്നു. അമ്മേ, ഈ ഐശ്വര്യം ഓരോന്ന് പറയുന്നെന്ന് കരുതി അമ്മ അതൊക്കെ വിശ്വസിക്കുകയാണോ? ഞാൻ അങ്ങനെ ഓരോന്ന് വെറുതെ പറയുന്നതൊന്നുമല്ല, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഭാവി പ്രവചിക്കാൻ നീ ആരാ? ത്രികാലജ്ഞാനിയോ? അതെ, ശ്യാമയുടെ തെറ്റ് മറയ്ക്കാൻ ഐശ്വര്യ ആരും വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട. എനിക്കറിയാം, ഇനി എന്റെ അഖി ആ ശ്യാമയുടെ വെറും അടിമയാ. അമ്മേ, അത് മാത്രമല്ല, അവൾക്ക് കിട്ടിയിരിക്കുന്നത് 75 ലക്ഷം രൂപയാ. അവള് പണക്കാരിയായ അഖിയെ ഇനി അമ്മയോടൊന്ന് ജസ്റ്റ് മിണ്ടാൻ പോലും സമ്മതിക്കില്ല. ഐശ്വര്യ, നീ വെറുതെ ഓരോന്ന് പറഞ്ഞ് പിടിപ്പിക്കല്ലേ, അതൊന്നും നല്ലതിനാവില്ല. അരുണേ, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, എനിക്ക് ആരും ഒന്നും പറഞ്ഞു തരണ്ട. എന്താ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ അഖി ഇനി അവനെ എനിക്ക് തിരിച്ചു കിട്ടില്ല. സത്യത്തിൽ ഇപ്പൊ എന്നെ ചതിച്ചത് ആ വിസ്മയ. എനിക്ക് അവളെ ഒന്ന് കാണണം. വെച്ചേക്കില്ല ഞാൻ അവളെ. വസു, നീ ഇത് എവിടേക്കാ പോകുന്നേ? ഇത് രാത്രിയാ. അമ്മേ, അമൃത എന്താ ഒന്ന് ഇത്? സമാധാനിക്കമ്മേ, നീരൊന്ന് വെളുത്തോട്ടെ. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അമ്മ വന്നേ, ഞാനാ വിളിക്കുന്നേ. വാ അമ്മ, വാ വാ. അച്ഛാ, അമ്മ ഇത് എന്തൊക്കെയായി കാണിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിടിവാശി അല്ലാതെന്ത്? ഒടുവിൽ ശ്യാമയുടെ മുന്നിൽ വസു തോറ്റുപോയി. ആ പരാജയം നമ്മളിൽ നിന്ന് മറയ്ക്കാനുള്ള തന്ത്രങ്ങളായതൊക്കെ. ക്രമേണ എല്ലാം ശരിയാവും. ശ്യാമ വസുവിന് പ്രിയപ്പെട്ടവളാവും. അങ്ങനെ ഒരു കാലം താമസിയാതെ വരും. നോക്കൂ. ശ്യാമേ, അപ്പൂന് ഒട്ടും സുഖമില്ലാത്തതാ. അവന്റെ ആഗ്രഹമൊക്കെ ശരിയാ, പക്ഷേ ഈ അവസ്ഥയിൽ ഡോക്ടർ അതിനെ സമ്മതിക്കുമോ? അപ്പു അത്ര ആഗ്രഹത്തോടെ എന്നോട് ആവശ്യപ്പെട്ടതാ. ഞാനത് എങ്ങനെയെങ്കിലും സാധിച്ചു കൊടുക്കണ്ടേ സാർ? ഡോക്ടർ. എന്താ ശ്യാമേ? ഡോക്ടർ, അപ്പുവിൻ്റെ ഈ ഒരു കണ്ടീഷനിൽ ഡോക്ടറോട് ഇങ്ങനെ ചോദിക്കുന്നത് തന്നെ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അവനത്ര ആഗ്രഹത്തോടെ പറഞ്ഞതാ. എന്താ കാര്യം പറയും? അത് ഡോക്ടർ, വൈകിട്ട് അപ്പുവിന് അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരെയും കൂട്ടി ബീച്ച് വരെ ഒന്ന് പോകണമെന്ന്. ബീച്ചിൽ പോകാനോ? ഈ കണ്ടീഷനിലോ? അത് പിന്നെ അവൻ അത്രയ്ക്ക് കരഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഡോക്ടറെ കാണാൻ വന്നേ. എൻ്റെ അപ്പു എന്നോട് പറഞ്ഞതാ, ഇനി ഒരിക്കലും എല്ലാവരും ഒന്നിച്ച്
ഇങ്ങനെ ഒരു സായാഹ്നം പറ്റിയില്ലെങ്കിലോ? അത് കേട്ടപ്പോ ഞാനും ഡോക്ടർ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ? ഈ ഒരു ആഗ്രഹം അത് അപ്പൂന്ന് നടത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് സമാധാനം കിട്ടില്ല. സംഗതി റിസ്ക് ആണ്. പ്ലീസ് ഡോക്ടർ. ഓക്കെ, സമ്മതിക്കാം. പക്ഷെ അപ്പുനെ നന്നായി കെയർ ചെയ്യണം. പേഷ്യന്റെ കണ്ടീഷൻ ശരിക്കും ബോധ്യമുണ്ടല്ലോ. അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. ആംബുലൻസും നേഴ്സിന്റെ സേവനവും ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്യാം. ഓക്കെ, താങ്ക് യു താങ്ക് യു ഡോക്ടർ. ഡോക്ടർ. ശരി.